ഹലോ, ഞാൻ സാഞ്ജലി, കിൻസ്വർക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് ആൻഡ് വെൽബീയിങ്ങിന്റെ ഹെഡ് കൗൺസിലറാണ്. നമ്മളിന്ന് സെൽഫ് ടോക്കിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു വേർഡ് ആണല്ലേ സെൽഫ് ടോക്ക് എന്നുള്ളത്. സെൽഫ് ടോക്ക് നമുക്ക് എന്നും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ നമ്മൾ അതിനെപ്പറ്റി വലിയ അവെയർ ആയിട്ടൊന്നുമല്ല ഇരിക്കുന്നത്. രണ്ട് രീതിയിൽ നമുക്ക് സെൽഫ് ടോക്ക് ചെയ്യാം. നെഗറ്റീവായിട്ടും ചെയ്യാം, പോസിറ്റീവായിട്ടും ചെയ്യാം. പോസിറ്റീവായിട്ടുള്ള സെൽഫ് ടോക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ തന്നെ അപ്രിഷ്യേറ്റ് ചെയ്യുന്ന രീതിയിലൊക്കെ നമ്മൾ സംസാരിക്കുക നമ്മളോട് തന്നെ. നെഗറ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ തന്നെ ബ്ലെയിം ചെയ്യുന്ന രീതിയിലൊക്കെ, കുറ്റപ്പെടുത്തുന്ന രീതിയിലൊക്കെ നമ്മളോട് തന്നെ സംസാരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ സെൽഫ് ടോക്ക് എന്നുള്ളത് നമ്മളെ എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? നമ്മുടെ നെഗറ്റീവ് സെൽഫ് ടോക്ക് നമ്മളുടെ ലൈഫിന് എത്രത്തോളം ഇമ്പാക്റ്റ് വരുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു തരാം. രണ്ട് കുട്ടികൾ അവർ സ്പോർട്സ് മീറ്റിന് വേണ്ടിയിട്ട് ഇങ്ങനെ ട്രെയിനിങ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. രണ്ട് ഡിഫറെൻറ്റ് ട്രെയിനേഴ്സിൻ്റെ അണ്ടറിലാണ് അവർ ട്രെയിനിങ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഒരു കുട്ടി എയും ബിയും. ഇവർ രണ്ടുപേർക്കും 23 സെക്കൻഡിലാണ് ഓടിയെത്തേണ്ടത്. പക്ഷെ അവരിപ്പോൾ കറന്റ് ഒരു 25 സെക്കൻഡിലാണ് ഓടിയെത്തുന്നത്. അപ്പോൾ കുറേ നാളായിട്ട് അവർ ട്രെയിനിങ് എടുക്കുന്നുണ്ട്. അവർ ഇമ്പ്രൂവ്ഡ് ആയിട്ട് തന്നെയാണ് അവർ വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ കുട്ടി എയുടെ ട്രെയിനർ കുട്ടിയുടെ അടുത്ത് പറയാണ്, ഇത്ര ദിവസമായിട്ടും നിനക്ക് 23 എന്നുള്ള ഒരു ടാർഗറ്റ് മീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. 25 സെക്കൻഡിലാണ് നീ ഇപ്പോൾ ഓടിയെത്തുന്നത്. ഇങ്ങനെയാണെങ്കിൽ നീ റിലേ കോമ്പറ്റീഷനിൽ തോറ്റു പോകുന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുകയാണ്. കുട്ടി ബിയുടെ ട്രെയിനർ കുട്ടിയുടെ അടുത്ത് പറയാണ്, കഴിഞ്ഞ ആഴ്ച നീ 28 സെക്കൻഡിലാണ് ഓടിയെത്തിയിരുന്നത്. ഇപ്പൊ നിനക്ക് 25 സെക്കൻഡിൽ ഓടിയെത്താൻ പറ്റുന്നുണ്ട്. അതായത് നീ ഇംപ്രൂവ്ഡ് ആയിട്ടാണ് വരുന്നത്. അപ്പൊ നിനക്ക് ഒന്നും കൂടെ ട്രൈ ചെയ്യാണെന്നുണ്ടെങ്കിൽ 23 സെക്കൻഡ് എന്നുള്ളത് മീറ്റ് ചെയ്യാൻ എളുപ്പമായിരിക്കും എന്നുള്ളത് പറഞ്ഞു കൊടുക്കുകയാണ്. ഇതിൽ ഏത് കുട്ടിയായിരിക്കും റിലേ കോമ്പറ്റീഷനിൽ ഈ ട്രെയിനിങ്ങിൽ മുന്നോട്ട് പോകാൻ ചാൻസ് ഉള്ളത്? കുട്ടി ബി തന്നെ ആയിരിക്കും അല്ലേ? കാരണം എന്തുകൊണ്ടാണ്? കുട്ടി ബിയുടെ ട്രെയിനർ കുട്ടിയുടെ അടുത്ത് അപ്രോച്ച് ചെയ്യുന്ന രീതി അത് കുറച്ചുകൂടെ മോട്ടിവേറ്റ് ആയിട്ടുള്ള രീതിയിൽ ആണ് സംസാരിക്കുന്നത് ആള്. അപ്പോൾ കുട്ടി ബി ആയിരിക്കും ഇതിനുള്ളിൽ കണ്ടിന്യൂ ചെയ്യാൻ ചാൻസ് ഉള്ളത്. ഇത് കുട്ടികളുടെ അടുത്തും ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ സംസാരിക്കുമ്പോൾ നമ്മൾ ഈ കാര്യം ശ്രദ്ധിക്കാറുണ്ട്. അവരെ മോട്ടിവേറ്റ് ചെയ്യുന്ന രീതിയിലൊക്കെ നമ്മൾ സംസാരിക്കാറുണ്ട്. പക്ഷെ നമ്മളോട് തന്നെ സംസാരിക്കുമ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കാറുണ്ടോ? ഇല്ല അല്ലേ? നിങ്ങളിപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്ന രീതിയിൽ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഫ്രണ്ട്സ് എത്രത്തോളം നാൾ നിങ്ങളുടെ കൂടെ ഉണ്ടാവും? ഒന്ന് ആലോചിച്ച് നോക്ക്.